ഇല്ല, ജോലി കിട്ടിയില്ല. ആ, ഞാനെന്ത് ചെയ്യാനാ? ആര്? അവൻ വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിന്നാ? അവന് കൊടുക്കാനുള്ള 20 ലക്ഷം രൂപയല്ലേ ഞാൻ എങ്ങനെങ്കിലൊക്കെ തരാം. ജോലി കിട്ടണ്ടേ? അവന്റെ അടുത്ത് പറ, ഞാൻ തരാന്ന് പറ. ആ, എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം. ശരി ശരി ശരി. നീ ഫുഡ് കഴിച്ച? ഞാൻ ഫുഡൊക്കെ കഴിച്ചോളാം. എന്താണ് കുറച്ചേരായിട്ട് ഭയങ്കര പേടിയൊക്കെയാണല്ലോ? എന്ത് പേടി? നീ പറ, ഇതിലും കണ്ട് പേടിച്ച? എന്ത് പേടിക്കും? നടക്കണ വഴിയല്ലോ എന്തെങ്കിലും കണ്ടല്ലോ പേടിച്ചത്? ഒന്ന് പോടാ. ഈ കാര്യം പറ, ഞാൻ ആരോടും പറയുന്നില്ല. എടാ എന്ത് കാര്യപ്പെടാ? ശരി, അതെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ എനിക്കൊരു പെട്ടി കിട്ടി. ഞാനപ്പോൾ പെട്ടി ആ വന്ന വഴിക്ക് എടുത്തുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് തുറന്നു നോക്കിയപ്പോഴേക്കും കുറേ സ്വർണവും പണവും. ഞാനെന്നിട്ട് ആ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. എടാ, പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ല, ഇതെടുത്തത് പിന്നെ എന്നെ ആരോ പിന്തുടരുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയം. എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ പൊന്നളിയാ, അത് എവിടെ എടുത്തിരുന്നു അവിടെ കൊണ്ടുപോയി തന്നെ വെച്ചു. വെറുതെ ഓരോ വള്ളി പിടിച്ച് വെക്കില്ലേ? നീ ഒന്നും നോക്കണ്ട, അത് എവിടെ നിന്ന് എടുത്ത് അവിടെ കൊണ്ട് തന്നെ വെച്ചു. എന്നിട്ടൊന്നും നോക്കാനില്ല. നീ എത്രയും പെട്ടെന്ന് ചെയ്യത്, അല്ലെങ്കിൽ ശരിയാവില്ല. കൊണ്ടുവച്ചേ തന്നെ. ഇവനിതവിടെ പോയി. ഒരു നല്ല കാര്യം പറയാന്ന് വെച്ച് വരുമ്പോ ഫോണിൽ വിളിക്കും. ഇവനിതെന്താണ് പതിവില്ലാണ്ട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കണം? അല്ലെങ്കിൽ എപ്പോൾ വിളിച്ചാലും കിട്ടണം.
അവിടെ എത്തി മോളെ പൈസ കിട്ടിയെന്ന് മൊത്തം കിട്ടി 25,000 അല്ല 25 ലക്ഷം മൊത്തം കിട്ടി. ആളെ വിട്ടോ കേട്ടോ, ആളെ വിട്ടോ കേട്ടാ. അച്ഛനോട് ഓ ഇല്ല അങ്ങനെ ഇവിടെ ഒന്നും നോക്കണ്ട. അത് എവിടെ എടുത്ത് അവിടെ കൊണ്ട് തന്നെ വെച്ചു. അതുകൊണ്ടൊന്നും നോക്കാനില്ല. ഇതിനകത്ത് പേടിച്ച നടക്കണോ ഇല്ലല്ലോ എന്തെങ്കിലും പേടിച്ചു. എന്താ പ്രശ്നവും അതൊന്നുമല്ല, ഒരാളെ പിന്തുടരുന്ന രീതിയിൽ പോയി